അന്നാ പെസഹാ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം ഗുരുവിൻ സ്നേഹമൊടിയാകം തിരുമുമ്പാകെയണച്ചിടാം അന്നാ പെസഹാ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശന സ്തുതിഗീതം ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥിതനാം താതാവിൻ നാമം പൂജിതമാകണമേ നിൻ രാജ്യം വന്നിടണമേ പരിശുദ്ധൻ നീ പരിശുദ്ധൻ സുഖസ്ഥിതനാം താതാവിൻ സ്തുതിതൻ നിസ്തുല മഹിമാവാൻ ഭൂസ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു. വാനവമാനവ വൃന്ദങ്ങൾ ഉദ്ഘോഷിപ്പോ സാമോദം പരിശുദ്ധൻ നീ എന്നെന്നും പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാവിൻ നാമം പൂജിതമാകണമേ നിൻ രാജ്യം വന്നിടണമേ നിൻ ഹിതമിവിടെ ഭവിക്കണമേ. സ്വർഗത്തുന്നതുപോലുലകിൽ നിൻ ചിത്തം നിറവേറണമേ ആവശ്യകമാം ആഹാരം ഞങ്ങൾ ഇന്നരുളിടണമേ. ഞങ്ങൾ കടങ്ങൾ പൊറുത്തതുപോൽ ഞങ്ങൾക്കുള്ള കടം സകലം പാപത്തിൻ കടബാധ്യതയും അങ്ങ് കനിഞ്ഞു പൊറുക്കണമേ. ഞങ്ങൾ പരീക്ഷയിലൊരു നാളും ഉൾപ്പെടുവാൻ ഇടയാകരുതേ ദുഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായി ഹൃദയ ഐക്യത്തിൽ ജീവിക്കുവാൻ ഈ ദാസരെ അങ്ങ് വിളിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങളാൽ ഈ വധുവന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിന് നന്മയ്ക്കും വേണ്ടി
ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. എന്റെ പുത്രിയെ ശ്രദ്ധിച്ച് കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഗ്രഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. രാജപുത്രിയുടെ അഴകെല്ലാം ആന്തരികമാകുന്നു, അവളുടെ മേലെങ്കി പൊന്നു പൊതിഞ്ഞതാകുന്നു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. അവർ ഉല്ലാസഭരിതനായി രാജകൊട്ടാരത്തിൽ പ്രവേശിക്കും. എല്ലാ തലമുറകളും അവിടുത്തെ നാമം അനുസ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തുമുളകൾ പോലെയുമായിരിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവരെല്ലാം ഇപ്രകാരം അനുഗ്രഹീതരാകും. ജീവിതത്തിന്റെ ഓരോ ദിവസവും കർത്താവ് സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതുമെന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവനെന്ന് നടക്കുകയിൽ നിരളി ചെയ്ത മിശിഹ നമുക്ക് മാർഗദീപമായിരിക്കട്ടെ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. മത്തിനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. എൻ്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. സഹോദരരെ, പത്രോസ്ലീഹ എഴുതിയ ലേഖനം. മിശിഹ അനുഗ്രഹിക്കട്ടെ. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. വചനം അനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവകവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാവുക. ബാഹ്യമോടികളായ പിന്നെ മുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തമായ ആത്മാവാകുന്ന അൻഷരത്നം അണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രഹാത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെ ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവളുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോടെ
നിങ്ങളുടെ ഭാര്യമാരോടൊത്ത് ജീവിക്കുവിൻ. സ്ത്രീ ബലഹീനത പാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് അവകാശി എന്ന നിലയിൽ അവളുടെ ബഹുമാനം കാണിക്കുവിൻ. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സാബോധം നാം പാടിടാം. ഹല്ലേലൂയ പാടിടാം. സുധയിൽ മനസമലരിൽ നിറയുന്നു. മനസമലരിൽ നിറയുന്നു. നാം പാടിടാം. ഹല്ലേലൂയ പാടിടാം. പുതിയൊരു കീർത്തനമായി മധുരത്തെ ഇരുമുമ്പിൽ ധന്യതയോലും ആവിപ്പോ ദൈവിക തുലിക പോലല്ലോ. പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടു കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. അധ്യായം 10 2 മുതൽ 9 വരെ തിരുവചനങ്ങൾ. ഫരിസേയർ വന്നവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, മോശ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചത്? അവർ പറഞ്ഞു, ഉപേക്ഷാപത്രം കൊടുത്ത് അവളെ ഉപേക്ഷിക്കുവാൻ മോശ അനുവദിച്ചിട്ടുണ്ട്. യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയ കാഠിന്യം കൊണ്ടാണ് മോശ ഈ നിയമം നിങ്ങൾക്ക് വേണ്ടി എഴുതിയത്. എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും. പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. വിശ്വംസിഹായിൽ ബഹുമാനപ്പെട്ട വൈദികരെ, ഈ ദിവസത്തിൻ്റെ ഹീറോസായ പ്രിയപ്പെട്ട ജിതിൻ അൽബേനിയ, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, വലിയ സന്തോഷത്തിൻ്റെ ദിവസത്തിൽ പ്രിയപ്പെട്ട ജിതിനോടും അൽബേനിയയോടുമൊത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പുതിയ കുടുംബത്തിന് രൂപം നൽകുവാനായിട്ട് ഈ ദേവാലയത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ആശംസകൾ അർപ്പിക്കുവാനായിട്ട് ഇവിടെ ചേർന്നിരിക്കുന്ന എല്ലാ വൈദികരുടെയും എല്ലാ സഹോദരീ സഹോദരന്മാരുടെയും പേരിൽ പ്രിയപ്പെട്ട ജിതിനും അൽബേനിയയ്ക്കും വിവാഹ ജീവിതത്തിൻ്റെ സർവ്വ മംഗളങ്ങളും ഏറ്റവും സ്നേഹപൂർവ്വം നേരുകയാണ്. ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ ആയിരിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി അൽബേനിയ അവൾക്ക് ചേർന്ന പങ്കാളിയായ ജിതിനോട് ചേരുകയാണ്, ഒരു പുതിയ കുടുംബമായിട്ട് തീരുകയാണ്. ജിതിനെ ഓർത്തും എനിക്ക് ഒത്തിരി അഭിമാനമാണ്, സന്തോഷമാണ്. കാരണം കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങൾ ഒരുമിച്ച് വിശുദ്ധ കുർബാനയിൽ, ഞാൻ അർപ്പിച്ച വിശുദ്ധ കുർബാനയിൽ ജിതിൻ അൾത്താരപാലനായിട്ട് ഉണ്ടായിരുന്നു. എപ്പോഴും വൈദികരൊക്കെയും പറയുന്ന ഒരു കാര്യമാണ്, സൺഡേ സ്കൂളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർ അൾത്താരയിൽ നിന്ന് മാറിപ്പോകും, ദേവാലയത്തിൽ നിന്ന് മാറിപ്പോകുമെന്ന്. അതിന് എക്സെപ്ഷൻസ് ആയിട്ട് നിൽക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. അതിലെ ഒരാളാണ് ജിതിൻ. ഇന്നും ദേവാലയത്തെ സ്നേഹിക്കുകയും വിശുദ്ധ കുർബാനയിൽ അൾത്താരപാലനായിട്ട് കൂടാനായിട്ടും ഒക്കെ കാണിക്കുന്ന ആ ഉത്സുകത വലിയ സന്തോഷകരമാണ്. ഇന്നത്തെ യുവാക്കൾക്ക് അഭിമാനകരമാണ്. അങ്ങനെ ശക്തമായ കുടുംബ മാതൃക കാണിക്കുന്ന നല്ല മാതാപിതാക്കളുടെ മക്കളായിട്ട് വളർന്ന് തങ്ങളുടെ ജീവിതത്തിൽ ദൈവം നൽകിയിട്ടുള്ള എല്ലാ
നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ദൈവം തങ്ങളെ ഭരമേൽപ്പിക്കുന്ന പുതിയ ഉത്തരവാദിത്വത്തിലേക്ക്, പുതിയ കാൽവെപ്പിലേക്ക് പ്രവേശിക്കുകയാണ്. ശരിയായ ഒരുക്കത്തോടും ശരിയായ അറിവോടും കൂടെ തന്നെയാണ് നിങ്ങൾ ഈ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുക. വിവാഹം എന്നത് തിരുസഭയെ സംബന്ധിച്ചിടത്തോളം ഒരു കൂദാശയാണ്. ഈ കൂദാശയെപ്പറ്റി പൗലോസ്ലീഹ പറയുന്നത് ഇതൊരു രഹസ്യമാണ് എന്നാണ്. നമ്മൾ പലതരത്തിൽ ചിന്തിച്ചാലും ഈ വിവാഹം ഒരു രഹസ്യം തന്നെയാണ്. വളരെ സിമ്പിളായിട്ട് നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, യാതൊരു പരിചയവുമില്ലാതിരുന്ന 2 സ്ഥലങ്ങളിലായിരുന്ന 2 വ്യക്തികൾ തമ്മിൽ കണ്ടെത്തുന്നു. ഈ കൂദാശയിലൂടെ അവർ ഒരു ശരീരമായിട്ട് ഇന്ന് മാറുകയാണ്. ഇത് തന്നെ ഒരു രഹസ്യമാണ്. നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ 2 വ്യക്തികൾ ഒന്നായിട്ട് മാറുക? ഇത് ദൈവത്തിൻ്റെ വലിയ പദ്ധതിയാണ്. ദൈവത്തിൻ്റെ പദ്ധതിയോട് ചേർന്ന് ഈ ഒരു രഹസ്യത്തിന് നിങ്ങൾ ആമേൻ പറയുമ്പോൾ നിങ്ങളും തിരുസഭയുടെ ഏറ്റവും അടിസ്ഥാന പതിപ്പായ ഒരു പുതിയ കുടുംബത്തിന് രൂപം നൽകിക്കൊണ്ട് ഇന്നു മുതൽ നിങ്ങൾ സമൂഹത്തിന് വലിയ ഒരു മാതൃക നൽകുകയാണ്. മാതൃക എന്നതിനേക്കാൾ ഉപരിയായിട്ട് തിരുസഭയുടെ ഘടകമായ ഈ കുടുംബത്തെ മുമ്പോട്ട് നയിച്ചുകൊണ്ട് തിരുസഭയുടെ ഭാഗമായിട്ട് തിരുസഭയുടെ കൂദാശകൾ സ്വീകരിച്ചുകൊണ്ട് തിരുസഭയ്ക്ക് പുതിയ ഒരു മുഖം കൂടെ നിങ്ങൾ നൽകുകയാണ്. നിങ്ങളെ ഓർത്ത് തിരുസഭ അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. അതോടൊപ്പം നിങ്ങൾക്ക് ജന്മം നൽകിയ മാതാപിതാക്കളെയും നിങ്ങളുടെ സഹോദരി സഹോദരന്മാരെയും നിങ്ങളുടെ ബന്ധുമിത്രാദികളെയെല്ലാം നന്ദിയോടുകൂടെ തിരുസഭ ഓർക്കുകയാണ്. ഇന്നു മുതൽ നിങ്ങളിലേക്കാണ് കണ്ണുകൾ ഞങ്ങൾ നോക്കുക. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ കുടുംബം ജീവിക്കുക? നിങ്ങൾക്ക് ഉത്തമമായിട്ടുള്ള ഒരു ക്രൈസ്തവ ജീവിതം നയിക്കുവാനായിട്ടുള്ള എല്ലാ ഗുണങ്ങളും എല്ലാ നന്മകളും അടങ്ങിയിട്ടുള്ള 2 നല്ല വ്യക്തികളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ്. തിരുസഭയിലാണ് ഈ കൂദാശ അനുഷ്ഠിക്കപ്പെടുന്നത് എന്ന ഒരു ചിന്ത നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ ഒരുക്കങ്ങളും നിങ്ങളുടെ സുഹൃതങ്ങളും നിങ്ങളുടെ കുറവുകളെല്ലാം ഇന്ന് ഈ അൾത്താരയിൽ സമർപ്പിക്കുക. തിരുസഭാ മാതാവ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തൻ്റെ തിരുകുമാരൻ്റെ സന്നിധിയിൽ മാധ്യസ്ഥ വഹിക്കുകയാണ്. പരിശുദ്ധ അമ്മ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാധ്യസ്ഥ വഹിക്കുകയാണ്. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായ എല്ലാ സുഹൃതങ്ങളും നിറഞ്ഞ പുതുവീഞ്ഞുമായിട്ട് ഈ ദേവാലയത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ. എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ഒരിക്കൽ കൂടെയും പ്രിയപ്പെട്ട ജിതിനും അൽബേനിയായിക്കും അതോടൊപ്പം മാതാപിതാക്കൾക്കും സഹോദരി സഹോദരന്മാർക്ക് എല്ലാവർക്കും നേരുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, ബലവാനായ ദൈവമേ, വധുവന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആദിയിൽ പുരുഷന് ജീവിതസഖിയെ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്തപരിപാലനെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാൻ ആഗ്രഹിക്കുന്ന ഇവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ഈ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായി നിൽച്ചുരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. പ്രിയപുത്രി, ആത്മവിഭൂഷിത മണവാട്ടി, നിന്നെ തിരുമണവാളും മണവറയിങ്കൽ നയിച്ചെന്നു. തൻ തിരുരക്തശരീരങ്ങൾ ശ്രീധനമായി നിനക്കേകി, നിന്നെ ലഭിക്കാൻ സ്വയമേവും കുരിശിൽ പാവന ബലിയായി. തോമസ് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി സിസിലി എന്ന് വിളിക്കപ്പെടുന്ന അൽബീനായെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. സിസിലി, മിശിഹായുടെ നിയമവും
തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി തോമസ് എന്ന് വിളിക്കപ്പെടുന്ന ജിതിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണല്ലോ. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലത്ത് കരം ചേർത്ത് പിടിക്കുകയും അബ്രാഹാത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ ഈശോ മിശിഹ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കുരിശു പറഞ്ഞ വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവേ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായി ഈ താലി അഭിവേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കൃപാവരത്തിന്റെ അനുസ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഈ മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രം അണിയിക്കുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ആമേൻ. സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനായി യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. സൗഭാഗ്യമേകാ പിതാവും കന്യാംബികയും ഓമൽ സുതനാമീശോയും കുടുംബമായി യാഗവേദി അർപ്പണം ചെയ്യാൻ കുടുംബമാകാൻ ഭാവുകം നേരുന്നിതാ, ഭാവുകം നേരുന്നിതാ. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന്
വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാകട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹ എപ്പോഴും നിങ്ങളെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികവുമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. ആമേൻ. ദിവ്യസക്രാരിയിൽ നിന്നിതാ ആഗതനാകുന്നു എൻ യേശു. ദാഹമോടെ ഞാനും അൾത്താരയിൽ. ദിവ്യസക്രാരിയിൽ നിന്നിതാ ആഗതനാകുന്നു എൻ യേശു. ദാഹമോടെ ഞാനും കാഴ്ചയായി നൽകാം ജീവിതം മുഴുവൻ എന്റെ പൊന്നുനാഥനെ സ്വീകരിക്കുമ്പോൾ ആരാധന. ദിവ്യസക്രാരിയിൽ നിന്നിതാ ആഗതനാകുന്നു എൻ യേശു. ദാഹമോടെ ഞാനും അൾത്താരയിൽ. പാപവഴിയെ ഞാൻ നടന്നാലും ദൂർത്തയായി നിന്നെ മറന്നാലും സ്നേഹസ്പർശനം നൽകി എന്നെ സ്വർഗരാജ്യം കാട്ടിടും. സ്നേഹസ്പർശനം നൽകി എന്നെ സ്വർഗരാജ്യം കാട്ടിടും. എന്റെ സ്നേഹനാഥനീശോയേ, ഞാൻ നിന്റെ സ്വന്തമായിരട്ടെ.
ഭൂവാസികൾ തിരുമുമ്പിൽ നിൽക്കും നിമിഷമിതാ ക്രോവീന്മാർ പാടുന്നു ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിന്റെ വലം കൈ നീട്ടണമേ. അങ്ങയുടെ സംരക്ഷണത്തിന്റെ തണലിൽ ഇവരെ കാത്തുകൊള്ളണമേ. അബ്രാഹത്തെയും സാറായെയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഐക്യത്തിൽ ഇവരെ ഒന്നിപ്പിച്ച പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. കർത്താവായ മിശിഹായേ, ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിസ്ഥിതിയ മറിയത്തിൻ്റെയും തിരുക്കുടുംബത്തിൻ്റെ നായകനായ മാറിയോസേപ്പിൻ്റെയും മാധ്യസ്ഥ്യം ഇവരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണമാകട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. മിശിഹാ വഴിയായി ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ തിരവൊടു നമ്മിൽ വർഷിച്ചു. അനുപമം ആകും സ്നേഹത്താൽ മനുജനെ സൃഷ്ടിച്ചു ദൈവം. പുരുഷനീണയായി സ്ത്രീയെയും നൽകി പങ്കാളികളാക്കി. നിർമ്മലമാകും സ്നേഹത്താൽ ആത്മസമർപ്പണ മോദത്താൽ ദൈവം നിങ്ങളെ അനുദിനവും കാത്തു ഭരിച്ച് നയിക്കട്ടെ. മിശിഹ തൻ കരചരണമതായി ദൈവാത്മാവിൻ ആലയമായി നിങ്ങളുടെ മധ്യ ശരീരങ്ങൾ നിർമ്മലമായി വിളങ്ങട്ടെ. തിരുസഭ തന്നുടെ അനുഗ്രഹമായി മക്കളെ ദൈവം നൽകട്ടെ. നന്മ നിറഞ്ഞ കുടുംബത്തിൽ പ്രാർത്ഥനയെന്നും പുലരട്ടെ. ആവശ്യ നേരത്തുവാനുദിനവും സൗഹൃദ നീരയെ അയച്ചെന്നും നിങ്ങളുടെ ആശ പ്രതീക്ഷകളെ ദൈവം പൂവണിയിക്കട്ടെ. സ്വർഗത്തിൽ തിരുമണവറയിൽ ദൈവത്തിനു സ്തുതി ബഹുമതിയും ആരാധനയും നൽകിടുവാൻ
ഞങ്ങൾ യോഗ്യത നേടട്ടെ. നവദമ്പതികൾ നിങ്ങളിലും തിരുബലിയിൽ ചേർന്നതിരലിലും ദൈവം വരനിര ചൊരിയട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും.